അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെർമിസെല്ലി ഗീ റൈസാണ്. ബസ്മതി റൈസ് വെച്ചിട്ട് അതിൽ വെർമിസെല്ലിയൊക്കെ ഇട്ടിട്ടുള്ള റൈസാണ്. 250 ml ഒരു കപ്പിന് ഒരു കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേർപകുതി 150 ml കപ്പിലാണ് ഞാൻ വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു കഷ്ണം പട്ട പൊട്ടിച്ചെടുത്തതും കുറച്ച് കുരുമുളക്, ഒരു വലിയ ഉള്ളിയുടെ പകുതി മതിയാവും. പിന്നെ നമുക്ക് നെയ്യ് വേണം, കുറച്ച് ഓയിൽ, വെള്ളം, ക്യാരറ്റ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനുള്ള പാത്രവും വെച്ചിട്ടുണ്ട്. പിന്നെ ചോറുണ്ടാക്കാനുള്ള പാത്രവും വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അതേ സെയിം കപ്പിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, പിന്നെ 1/2 കപ്പ് സേമിയ വെർമിസെല്ലിക്ക് 1 കപ്പ് വെള്ളം. അങ്ങനെ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. അതുപോലെ അതിൻ്റെ പകുതി ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പട്ടയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ മുഴുവനായിട്ട് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സാക്കി ചേർക്കാം. അപ്പോൾ അതൊന്ന് നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് പൊടിക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സ്പീഡ് കുറയ്ക്കുക, പൊട്ടിത്തെറിക്കാതെ നോക്കുക. കുരുമുളകിൻ്റെ മണി നമ്മൾ അങ്ങനെ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ വലിയ ഉള്ളി പകുതി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളി ആയ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച വെർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെർമിസെല്ലി എണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഒത്തിരി കളറ് മാറണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. ഈ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ അരിയും കിടന്ന് അതിലൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി പാകമായി വരട്ടെ. ഇതെല്ലാം കൂടെ ഒരു 3-4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ചോറുണ്ടാക്കുമ്പോൾ ബസ്മതി അരി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം വെർമിസെല്ലി നീളമുള്ളതല്ലേ. ഇനി മറ്റ് നല്ല നീളമുള്ള സേമിയ എടുക്കുകയാണെങ്കിൽ അത് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ അരി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ച വെള്ളം, നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അളന്നിട്ട് വെച്ച കാരണം പിന്നെ നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കാം, എത്ര ഉള്ളത് അതിനനുസരിച്ച്. പിന്നെ നമ്മൾ ചീകി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനും അധികം വേവില്ലാത്ത കാരണം വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിനി ഇതിനിടയിൽ ഒന്ന് വെള്ളമൊക്കെ എന്തായി എന്നൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് തുറന്നതാണ്. തുറന്ന് നോക്കുമ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് 5-6 മിനിറ്റ് ആ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് ആവുന്നവരെ വെക്കാം. ഞാൻ ഏകദേശം ഒരു 6 മിനിറ്റോളം വെച്ച് കറക്റ്റ് വേവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ചോറ് എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നന്നായിട്ട് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്തുടഞ്ഞിട്ടോ ഒന്നുമില്ല. നമ്മൾ ചെറുനാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഒട്ടും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇങ്ങനെ 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ആ റൈസും വെർമിസെല്ലി എല്ലാം നല്ല പാകമായിട്ട് വെന്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഏകദേശം അത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീകി വെച്ച ക്യാരറ്റ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി വെർമിസെല്ലി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.